നിലമ്പൂരിൽ ബി.ജെ.പിയും മത്സരിക്കും. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് സ്ഥാനാർത്ഥി. ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് ഏറെ നാൾ കേരള കോൺഗ്രസിലെ ഭാഗമായിരുന്നു. പി.ജെ. ജോസഫ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. പ്രദേശത്തെ പ്രധാന നേതാവ്. ഇതോടെ ബി.ജെ.പിയും നിലമ്പൂരിൽ നിറയുകയാണ്. കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് ബി.ജെ.പി സ്ഥാനാർത്ഥിയാകുന്നത്. കോൺഗ്രസും സി.പി.എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എം സ്വരാജാണ് സി.പി.എം സ്ഥാനാർത്ഥി. കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെയും കളത്തിലിറക്കി. തൃണമൂലിനായി പി.വി. അൻവറും. ഈ സാഹചര്യത്തിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ബി.ജെ.പി തന്ത്രം ഇടുന്നു. ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തെളിയുന്നത്. ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത്. ഇത് ബി.ജെ.പി കേന്ദ്ര അംഗത്വവും അംഗീകരിച്ചു. താമര ചിഹ്നത്തിലായിരിക്കും മോഹൻ ജോർജ് മത്സരിക്കുക. നേരത്തെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിനോട് മത്സരിക്കാൻ ബി.ജെ.പി ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസും സി.പി.എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ബി.ജെ.പി നിലപാട് മാറ്റി.